ഗൈസ്. ഇന്ന് നമ്മൾ കർമാറോട്ടി നോമ്പ് തുറക്കാൻ പോകണം ഗൈസ്. കർമാറോട്ടി നിന്നിട്ടാണ് ഇന്ന് നോമ്പ് തുറ. ഇന്നലെ വീട്ടിലായിരുന്നു, ഇന്ന് കർമാറോട്ടിലാണ് നമ്മൾ നോക്കിയിട്ട്. സൗണ്ടൊക്കെ പോയി വരണമായിക്കൊന്ന് പോയി അതിലൊക്കെ ഒന്ന് കാണിച്ച് ഡോക്ടറെ കാണിച്ചിട്ടൊക്കെ വരുന്നു. മഞ്ഞ കൊണ്ടിട്ട് സൗണ്ടൊക്കെ പോയി ഗൈസ്. അപ്പോൾ ഇതിന് മുന്നേ ഞമ്മൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കർമ്മ റോട്ടിൽ നോമ്പ് തുറ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് ഇട്ടത്. ഫുൾ വ്ളോഗ് വീഡിയോ ആണ് ഗായ്സ്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കർമ്മ റോട്ടിൽ എത്തിയിട്ടുണ്ട്. എത്തിപ്പാടന്നെ കുറേ ആൾക്കാർ, കുറേ ഫാമിലി വന്നിട്ട്, വലിയ ഫാമിലി ചെറിയ ഫാമിലി ഒക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് വന്ന് നോമ്പ് തുറക്കാന്നുള്ള പ്ലാനിങ് ഒക്കെ ആയിട്ട് എല്ലാവരും സെറ്റ് ആയിക്കണം. അപ്പം നമ്മളെ ആൾക്കാർ വരുന്നുള്ളൂ കേട്ടോ ഗൈസ്. വന്ന് പാട് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ വാങ്ങ് കൊടുത്തിക്കണം. അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ ഫുൾ ഒന്നും നല്ല ഇതിൽ വെക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പത്തിന് വാങ്ങ് കൊടുത്ത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈത്തപ്പഴം കൊടുന്നേരം കേട്ടോ കൊച്ചപ്പോൾ നോമ്പ് തുറന്നോടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല ഗൈസ്. കുറച്ച് മുന്നൊക്കെ നമ്മൾ പ്ലാനിങ്ങിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടൊക്കെ നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കാമായിരുന്നു. പക്ഷേ ഇത് പെട്ടെന്നുള്ളൊരു നോമ്പ് തുറ ആയതുകൊണ്ട് ഒന്നും നല്ല ഇതിൽ നേരത്തെ വരാനോ അല്ലെങ്കിൽ സെറ്റപ്പ് ആക്കി വെക്കാനോ ഒന്നും അറേഞ്ച്മെൻറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. അങ്ങനെ ചടപടാന്നുള്ള നോമ്പ് തുറയായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല ഇതിൽ സൊറ പറഞ്ഞ് നോമ്പ് തുറന്നു. ആ ഒരു രാത്രി ഒരു 8 മണി 7:30-8 മണി ആകുമ്പോഴാണ് ഉപ്പ വന്നത്. ഉപ്പ വന്നിട്ട് ഇതാ നമ്മൾ നാസ്ത കഴിക്കുകയാണ്. അപ്പോൾ നാസ്തക്ക് എന്താണെന്ന് വെച്ചാൽ പത്തിരി ഉണ്ടായിരുന്നു. പത്തിരിയൊക്കെ നുറുങ്ങിപ്പോയി വണ്ടിയിൽ കുലുങ്ങിയിട്ട്. പിന്നെ മുട്ട റോസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഗ്രീൻ പീസ് കുറുമ ഉണ്ടായിരുന്നു, പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ സൊറ പറഞ്ഞിട്ട് കുറച്ചൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് നല്ല ഇറിട്ടായി വന്നിട്ട്. അപ്പോൾ പിന്നെ എമർജൻസി ഒക്കെ ഓണാക്കിയിട്ടും ഫോണിൻ്റെ ഫ്ലാഷൊക്കെ ഓണാക്കിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവനിക്കാണ് ലക്കി അടിച്ചിരിക്കണത് ഗായ്സ്. ഇവനാണ് പഠിച്ച് പൊളിക്കുന്നത് വന്നിട്ട്. അവൻ നല്ല അടിച്ച് പൊളിച്ച്. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് എന്നതിൻ്റെ ശേഷം ഇതെല്ലാവരും പിരിഞ്ഞ് പോവുകയാണ് ഗായ്സ്. നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ ഇക്കാൻ്റെ വീട്ടിലേക്കും ഇവർ വരാണ്ട് തൊട്ടേക്കും പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ പെട്ടെന്നുള്ള വരവും പോക്കൊക്കെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ പോയി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാണ്ടെന്നൊക്കെ. അപ്പോൾ എന്താ കർമ്മ റോട്ടിൽ നല്ല തിരക്ക്. ഞാൻ സ്പീഡ് കൂട്ടിയെന്ന് വെച്ചാൽ നമുക്കൊരു ഇത് കിട്ടേണ്ട വെച്ചിട്ട് സ്പീഡ് കൂട്ടിയതാണ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് പോണത്. ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതാ നമ്മൾ പേരൊക്കെ എഴുതി ഇതൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം അവിടെ ഇരുന്ന് വയ്യാണ്ടായി ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ മേടിച്ച് അങ്ങനെ വീട്ടിൽ പോയി. അപ്പോൾ അത്ര